അപ്പോൾ യാത്രയുടെ രണ്ടാം ദിനമാണ്. രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി നമ്മൾ നേരെ പോകുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ തന്നെ നിർമ്മാല്യ ദർശനത്തിന് വേണ്ടിയാണ്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ക്ഷേത്രത്തിൽ, ഞായറാഴ്ചയാണെന്ന്. അങ്ങനെ രാവിലെ തന്നെ ദേവീ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ എങ്ങനെ പോയെന്ന് പറയാം. ഞങ്ങൾ നേരെ രാവിലെ ചോറ്റാനിക്കര ദർശനം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വണ്ടി ഓടിച്ച് തൃപ്പൂണിത്തുറയിൽ നിന്നും വൈറ്റിലയിലേക്കാണ് വരുന്നത്. വൈറ്റിലയിൽ തന്നെ മെട്രോ സ്റ്റേഷൻ വരുന്ന ഭാഗത്ത് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ അവിടെ കൊണ്ട് രാവിലെ വണ്ടി കിട്ടുന്നതിന് ശേഷം അല്പനേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ കരുതി 6:30 മണിയാകുമ്പോൾ തന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഞായറാഴ്ച ആയതിനാൽ തന്നെ മെട്രോ 7:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അല്പനേരം അവിടെ പോസ്റ്റായി. അതിനുശേഷം നമ്മൾ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വൈറ്റിലയിലുള്ള കൊച്ചി മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോയുടെ പോയിന്റും വരുന്നത്. അങ്ങനെ അല്പനേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വൈറ്റില മെട്രോ സ്റ്റേഷനകത്തേക്ക് കയറുകയാണ്. മെട്രോയുടെ തന്നെ ആലുവ ഭാഗത്തേക്കുള്ള ആദ്യ ട്രിപ്പാണിത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ബാഗിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ്. ഞങ്ങൾ വൈറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് MG റോഡിലേക്കാണ്. അങ്ങനെ മഹാത്മാഗാന്ധി റോഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തൊരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകേണ്ടുന്ന ആലുവ ഭാഗത്തേക്ക് പോകേണ്ടുന്ന നമ്മുടെ ട്രെയിൻ വന്നത്. അങ്ങനെ മെട്രോ ട്രെയിൻ അകത്തേക്ക് കയറുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇവിടെ നേരെ നമ്മൾ MG റോഡിലേക്ക് പോവുകയാണ്. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ MG റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോറിക്ഷ കിട്ടിയായിരുന്നു. അങ്ങനെ നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നത് വാട്ടർ മെട്രോ ഉപയോഗിച്ചിട്ടാണ്. വാട്ടർ മെട്രോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ വാട്ടർ മെട്രോ വരുന്നതിന് വേണ്ടി. അങ്ങനെ അല്പനേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വാട്ടർ മെട്രോയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യമേ കയറിയ കൊച്ചി മെട്രോയുടെ തന്നെ ഒരു അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ ആശയത്തിന് പിന്നിൽ. കൊച്ചി മെട്രോയുടെ തന്നെ
ഫീഡർ സർവീസായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2023 ഏപ്രിൽ മാസം 26-നാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബോട്ടുകൾ തന്നെയാണ് ഈ വാട്ടർ മെട്രോ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 50 മുതൽ 100 വരെ യാത്രക്കാരെ വഹിക്കാവുന്ന ബോട്ടുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ വാർത്താവിനിമയ ഉപകരണങ്ങളും ഘടിപ്പിച്ച ബോട്ടുകളാണ് ഈ വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു വാട്ടർ മെട്രോയിലൂടെയുള്ള ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര. കൊച്ചിയുടെ പല ഭാഗങ്ങളും നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. നാവികസേനയുടെ തന്നെ പല കപ്പലുകളും അതുപോലെ തന്നെ അല്ലാത്ത മറ്റു കപ്പലുകളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. അതുപോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അല്പനേരം ഏകദേശം അരമണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക്. അങ്ങനെ ആ അരമണിക്കൂറോളം ശരിക്കും മടുപ്പില്ലാത്ത രീതിയിൽ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങളെ വരവേറ്റത് തന്നെ ചീനവലകളാണ്. ശരിക്കും ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചകൾ ചേർന്ന ഒരു ഭാഗം തന്നെയാണ്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് വിദേശ സഞ്ചാരികൾക്കുൾപ്പെടെ ഇഷ്ടപ്പെടുന്ന ചീനവലകളാണ്. ചീനവലകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. ഒരു നിശ്ചിത സമയം ഇടപെട്ട് ചീനവലകൾ വെള്ളത്തിൽ മുക്കുകയും അതുപോലെ തന്നെ മുകളിലേക്ക് എടുത്ത് അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന മീനുകളുടെ കാഴ്ചകളൊക്കെ മനോഹരം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് പിടിക്കുന്ന മീനുകൾ വളരെ പച്ചയായ മീനുകൾ തന്നെ അവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ ശരിക്കും വളരെ മനോഹരം തന്നെയായിരുന്നു. ഒരു ദിവസം കണ്ടു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ ഭാഗം തന്നെയാണ് ഫോർട്ട് കൊച്ചി. ഈ കാണുന്നത് റോറോ സർവീസാണ്. ഇത് വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നതാണ്. ഒത്തിരിയേറെ വാഹനങ്ങളും അതുപോലെ തന്നെ സഞ്ചാരികളും ഒക്കെ ഉണ്ട് ഈ റോറോ സർവീസിനകത്ത്. അപ്പോൾ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഈ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം നഗര കേന്ദ്രത്തിൽ നിന്നും റോഡ് മാർഗമാണെങ്കിൽ 12 കിലോമീറ്റർ അകലെയാണ് ഈ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പഴയ ഷിപ്പിൻ്റെ ഒരു ബോയിലറാണ്. 1956 ഉപയോഗിച്ച ഒരു സ്റ്റീം ബോയിലറാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊരു ശരിക്കും ഒരു ചരിത്ര സ്മാരകം പോലെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ കാണുന്നത് ഈ പറയുന്ന പോലെ ഫോർട്ട് കൊച്ചിയുടെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ്. ചില ഭാഗത്തൊക്കെ അല്പം മലിനീകരണങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ശരിക്കും ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ബീച്ച് കാഴ്ച വളരെ മനോഹരം തന്നെയായിരുന്നു. ഒത്തിരിയേറെ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ കൊച്ചി മെട്രോയുടെ തന്നെ ഫസ്റ്റ് ട്രിപ്പാണ് ഞങ്ങൾ വന്നത്. അതുപോലെ തന്നെ വാട്ടർ മെട്രോയിലും അധികം ആൾക്കാർ എത്തിയിട്ടില്ല ഫോർട്ട് കൊച്ചിയിലേക്ക്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലാതെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ ഡച്ച് സെമിത്തേരി അവിടെ ഉള്ളത്. സാന്താക്രൂസ് ബസിലിക്ക ഉണ്ട്, അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ചീനവലകളുടെ കാഴ്ചകൾ മനോഹരം തന്നെയാണ്. പിന്നീട് നമുക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ മലയാള സിനിമയായ ബിഗ് ബിയിലുള്ള ആ ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെ ആ ഒരു വീട് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ പോയായിരുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞ സെന്റ് ഫ്രാൻസിസ് പള്ളി. ഈ പള്ളിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് വാസ്കോഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ്. ഒരു കാലത്ത് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാർ അത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശസ്തമായ ഏരിയ തന്നെയാണ് ഈ ഭാഗം. പിന്നീട് ഇത് നേരെ ആ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ചുമരൊക്കെ വരുന്ന ഭാഗമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മമ്മൂക്കയുടെ മലയാള സിനിമയായ ബിഗ് ബിയിലെ ആ ഒരു വീട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും വളരെ ഫേമസ് ആയ ഒരു ഏരിയ തന്നെയാണ്. ഒത്തിരി പേരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ബിലാലിന്റെ വീടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നീട് വന്നത് ഈ പറയുന്ന പോലെ ചീനവലയിൽ നിന്നും പിടിക്കുന്നത്, അതുപോലെ തന്നെ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള പല മീനുകളെയും കാണാൻ കഴിയുന്ന ഒരു ഏരിയയിലേക്കാണ്. ശരിക്കും ഞങ്ങൾ രാവിലെയാണ് എത്തിയത്. കുറച്ചുകൂടെ കഴിയുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നല്ല ഫ്രഷ് മീനുകൾ വാങ്ങി തൊട്ടടുത്ത് തന്നെ ഫ്രൈ ചെയ്തിരുന്ന ഏരിയയൊക്കെ ഉണ്ട്. ശരിക്കും വൈകുന്നേരത്ത് ഒരു 4 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോർട്ട് കൊച്ചി ഏരിയയൊക്കെ ശരിക്കും വളരെ വൈബായിട്ടുള്ള ഏരിയ തന്നെയാണ്. ഈ പറയുന്ന പോലെ ലൈവായിട്ടുള്ള ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടവും ഒരുപാട് ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഏരിയ തന്നെയാണ് ഫോർട്ട് കൊച്ചി. ശരിക്കും പറഞ്ഞാൽ നടന്ന് ഒരുപാട് മണിക്കൂറുകൾ പോയത് അറിഞ്ഞില്ല. 2-3 മണിക്കൂറോളം ഞങ്ങളവിടെ ചിലവഴിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊരു 4 ഐസ്ക്രീം കുടിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോവുകയാണ്. വാട്ടർ മെട്രോയിൽ കയറി ഇവിടുന്ന് നേരെ ഹൈക്കോടതി ജംഗ്ഷൻ ഇറങ്ങുന്നു. അവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് MG റോഡിൽ ചെന്നിട്ട് അവിടുന്ന് കൊച്ചി മെട്രോ റെയിലിൽ കയറിയിട്ട് നേരെ വൈറ്റിലെ പോയി നമ്മുടെ വാഹനം എടുക്കുന്നു. അങ്ങനെ വൈറ്റിലെത്തി വാഹനമൊക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ സഞ്ചരിച്ച തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ള മുല്ലപ്പന്തൽ കള്ള് ഷാപ്പ്. ശരിക്കും ഇത് കള്ളു കുടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ നല്ല കള്ള് ഷാപ്പിലെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ടീമാണ് ഞങ്ങൾ. അപ്പോൾ കള്ള് ഷാപ്പിലെത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കള്ള് ഷാപ്പിലെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ചെറിയ 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ ഇനിയും തുടരുന്നതാണ്. അതുപോലെ തന്നെ കാഴ്ചകളും തുടരുന്നതാണ്.